രമേശ് പിഷാരടി പത്രിക സമർപ്പിക്കുമ്പോൾ വലതുവശത്ത് ഷാഫി പറമ്പിലും ഇടതുവശത്ത് VK ശ്രീകണ്ഠനുമാണ് കൂടെയുള്ളത്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം അതിലപ്പുറത്തേക്ക് കടക്കും പിഷാരടി എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത്. ആ രൂപത്തിലേക്ക് പാലക്കാടിന്റെ മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നുള്ളതാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ രമേശ് പിഷാരടി പത്രിക നൽകുകയാണ്. വിശദാംശങ്ങൾ. സ്മൃതി പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ UDF ഇത്തവണ കളത്തിലേക്ക് ഇറക്കുന്നത് രമേശ് പിഷാരടിയാണ്. പിഷാരടി കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് എത്തുകയും ആവേശകരമായിട്ടുള്ള റോഡ് ഷോ നടത്തുകയും പ്രചാരണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പാലക്കാട് RDOയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലക്കാട് RDO അൻവർ സാദത്ത് Pക്ക് മുമ്പാകെയാണ് രമേശ് പിഷാരടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാൽനട ജാഥ യാത്രയായിക്കൊണ്ട് DCC ഓഫീസ് പരിസരത്ത് നിന്നാണ് രമേശ് പിഷാരടിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി RDO ഓഫീസിലേക്ക് എത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വടകര MP ഷാഫി പറമ്പിൽ, അദ്ദേഹം പാലക്കാട്ടെ മുൻ MLA കൂടിയായിരുന്നു. അതിനോടൊപ്പം തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പിഷാരടിക്കൊപ്പം ഈ RDO ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ഇവിടെ BJP തവണ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. LDF ആണെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല, വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെ ഇത്തവണ പാലക്കാട് ഉണ്ടാകും എന്നുള്ളതാണ് ഉറപ്പിച്ച് പറയുന്നത്. പിഷാരടിക്ക് മുമ്പിൽ ഒരുപാട് വെല്ലുവിളിയുണ്ട്. കാരണം പാർട്ടിക്കകത്ത് ഇതുപോലൊരു വിഭാഗീയത ഉണ്ടായ ഒരു കാലം കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പാലക്കാട് ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പല രീതിയിലുള്ള വിമർശനങ്ങളും പരാതികളും ആക്ഷേപങ്ങളും ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ UDF മുഴുവനും ഉള്ളത്. UDF വലിയ രീതിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രചാരണം നടത്താനുള്ള നീക്കത്തിലേക്ക് കിടക്കുന്നു. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ പിഷാരടിക്ക് വേണ്ടി വോട്ട് തേടി പാലക്കാട്ടേക്ക് വരും എന്ന രീതിയിലുള്ള വിവരങ്ങളും ഉണ്ട്. ഏതായാലും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി പരമാവധി വോട്ടുകൾ സമാഹരിക്കുക. ഉപതെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ പത്രിക സമർപ്പിക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പത്രിക നൽകിയിരിക്കുന്നു. ഇന്ന് നിരവധി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി. അതുകൊണ്ട് വളരെ വേഗത്തിൽ പത്രികാ സമർപ്പണ നടപടികളിലേക്ക് കടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. വലിയ പോരാട്ടം നടക്കുന്ന പാലക്കാട്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന BJP അവിടെ ഇത്തവണ നിർത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ് എന്നുള്ളതാണ്. 2016 ശോഭ 40,000-ൽ പരം വോട്ടുകൾ നേടിയിരുന്നു എന്നുള്ളത് BJPക്ക്. അവിടെയുള്ള സാന്നിധ്യം, അവിടെ നഗരസഭ ഭരിക്കുന്ന BJP ആണ് എന്നുള്ളത്, ഇതൊക്കെ തന്നെയും ഒരു വലിയ പോരാട്ടത്തിന്റെ ചിത്രമാകുന്നു. അവിടെ പാലക്കാട് BJP CPM ഡീൽ നടന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നൊരു ആരോപണം കൂടി അവിടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. ഇക്ബാൽ രമേശ് പിഷാരടി പത്രിക നൽകുന്നു. വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം, ശ്രദ്ധേയമായ മണ്ഡലം, പല കാരണങ്ങളാൽ വിവാദങ്ങളാൽ നിറഞ്ഞു നിന്ന മണ്ഡലം. അങ്ങനെ പാലക്കാടിന്റെ വിശേഷണങ്ങൾ നിരവധിയാണ്.